സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2024 ലോക ഭൗമദിന പ്രമേയം എന്താണ്? 2024 ലോക ഭൗമദിനം അല്ലെങ്കിൽ വേൾഡ് എർത്ത് ഡേയുടെ പ്രമേയം എന്താണ്? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നാണ്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ്. ലോക ഭൗമ ദിനം എന്നാണ്. ഏപ്രിൽ 22 ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം. 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ്. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ്. 2024 ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയം എന്താണ്? ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 23 ആണ്. 2024 ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയമാണ് റീഡ് യുവർ വേ എന്നത്. റീഡ് യുവർ വേ. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. ലോക പുസ്തക ദിനം പ്രമേയം റീഡ് യുവർ വേ. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ആരാണ്? 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളിയാണ് ഡോക്ടർ എസ് ഫൈസി. പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ എസ് ഫൈസിയാണ് 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി. ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയായ ആദ്യത്തെ ഇന്ത്യക്കാരൻ. ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയായ ആദ്യ ഇന്ത്യക്കാരനാണ് ശ്രേയസ് ഗിരീഷ്. ശ്രേയസ് ഗിരീഷ്, 13 വയസ്സ്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നൽകാവുന്ന തരം മരുന്നുകളുടെ നിയന്ത്രണം സംബന്ധിച്ച് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് അതുൽ ഗോയൽ കമ്മിറ്റി. അതുൽ ഗോയൽ കമ്മിറ്റി. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നൽകാവുന്ന തരം മരുന്നുകളുടെ നിയന്ത്രണം സംബന്ധിച്ച് പരിശോധിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് അതുൽ ഗോയൽ കമ്മിറ്റി. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം ജലം സമാധാനത്തിന്. വാട്ടർ ഫോർ പീസ് എന്നതാണ് 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ ആരാണ്? 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. അമിതാവ് ഘോഷ്. 2024 ഏപ്രിലിൽ സൂര്യന്റെ അരികിൽ കൂടി കടന്നുപോയ വാൽ നക്ഷത്രം പോൺസ് ബ്രൂക്സ് എന്നതാണ്. 2024 ഏപ്രിലിൽ സൂര്യന്റെ അരികിൽ കൂടി കടന്നുപോയ വാൽ നക്ഷത്രമാണ് പോൺസ് ബ്രൂക്സ്. ഇന്ത്യൻ വ്യോമസേന ഏത് രാജ്യത്തിൽ നിന്നാണ് ഇഗ്ല-എസ് എന്ന മിസൈൽ വാങ്ങുന്നത്? ഇഗ്ല-എസ്. മിസൈലിന്റെ പേര് ഇഗ്ല-എസ്. റഷ്യയിൽ നിന്നുമാണ്. റഷ്യ. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെ കുറിച്ച്. യൂറോപ്പ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് 2024 ഒക്ടോബറിൽ നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ക്ലിപ്പർ. ഉപഗ്രഹത്തിന്റെ പേര് ക്ലിപ്പർ. എന്തിനെക്കുറിച്ച് പഠിക്കുന്നതിനാണ്? ഉപഗ്രഹമായ യൂറോപ്പയെ കുറിച്ച് പഠിക്കുന്നതിനാണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെ കുറിച്ച് പഠിക്കുന്നതിന് വിക്ഷേപിക്കുന്നത് നാസ. അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിന്റെ കനമുള്ള സ്വർണ്ണപാളി. ആറ്റത്തിന്റെ കനമുള്ള സ്വർണ്ണപാളിയാണ് ഗോൾഡിൻ. ഗോൾഡിൻ. പേര് ഗോൾഡിൻ. PJ ആന്റണി ഫൗണ്ടേഷന്റെ 2024 PJ ആന്റണി പുരസ്കാരത്തിന് അർഹനായത്. PJ ആന്റണി ഫൗണ്ടേഷന്റെ 2024 PJ ആന്റണി പുരസ്കാരത്തിന് അർഹനായത് കരിവെള്ളൂർ മുരളിയാണ്. കരിവെള്ളൂർ മുരളി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരുൺകുമാർ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺകുമാർ മിശ്ര. കേരള നിയമസഭാ സ്പീക്കർ
A.N. ഷംസീർ. കേരള നിയമസഭാ സ്പീക്കർ A.N. ഷംസീർ. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഐവറി കോസ്റ്റ് ആണ്. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കേരള യൂണിറ്റ് മേധാവിയായി 2024 ജനുവരിയിൽ ചുമതലയേറ്റത് ഡോക്ടർ വി അമ്പിളിയാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കേരള യൂണിറ്റ് മേധാവിയായിട്ട് ചുമതലയേറ്റത് ഡോക്ടർ വി അമ്പിളി. ഭൗമസൂചിക പദവി ലഭിച്ച ഫുൽകാരി എന്ന എംബ്രോയിഡറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കലാരീതി നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. ഭൗമസൂചിക പദവി ലഭിച്ച ഫുൽകാരി എന്ന എംബ്രോയിഡറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കലാരീതി നിലനിൽക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. 2024 ഒളിമ്പിക്സ് വേദി പാരീസ് ആണ്. 2024 ഒളിമ്പിക്സ് വേദി പാരീസ്. 81ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ ഓപ്പൺഹൈമർ ആണ്. 81ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമയാണ് ഓപ്പൺഹൈമർ. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ മലയൻകീഴാണ്. തിരുവനന്തപുരം ജില്ലയില് മലയൻകീഴാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത്. മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം. മീരാഭായിയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയമാണ് 525. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ സർവകലാശാല കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. കുസാറ്റ് ആണ് വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. ദേശീയ വയലിൻ ദിനം നാഷണൽ വയലിൻ ഡേ എന്നാണ്. ഡിസംബർ 13 ആണ് ദേശീയ വയലിൻ ദിനമായിട്ട് ആചരിക്കുന്നത്. ഡിസംബർ 13. 66ാം ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 66ാമത്തെ ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മിഡ് നൈറ്റ്സ് ആണ്. ടൈലർ സ്വിഫ്റ്റിന്റെ മിഡ് നൈറ്റ്സ്. 66ാം ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മിഡ് നൈറ്റ്സ്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഒരേ സമയം പല ലക്ഷ്യങ്ങൾ ടാർഗറ്റ് ചെയ്യാവുന്ന മിസൈലാണ് അഗ്നി 5. ഒരേ സമയം പല ലക്ഷ്യങ്ങൾ ടാർഗറ്റ് ചെയ്യാവുന്ന മിസൈൽ അഗ്നി 5. 2024 മാർച്ചിൽ നടന്ന അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിത ആരാണ്? ഷീന റാണിയാണ്. ഷീന റാണി. 2024 മാർച്ചിൽ നടന്ന അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിതയാണ് ഷീന റാണി. 2024 മാർച്ചിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളി. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആരാണ്? AS രാജീവ് ആണ്. AS രാജീവ്. 2024 മാർച്ചിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളിയാണ് AS രാജീവ്. 2023-24 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 131ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. 2023-24 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 134. 1ാം സ്ഥാനം സ്വിറ്റ്സർലൻഡ്. പ്രഥമ ഫോർമുല 4 കാർ റേസിംഗ് 2024 വേദിയായിരുന്നത് ശ്രീനഗറാണ്. പ്രഥമ ഫോർമുല 4 കാർ റേസിംഗ് 2024 വേദിയായിരുന്നത് ശ്രീനഗർ. ഗദ്ദിക കലാകാരനും കേരള ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാനുമായ PK കാളന്റെ സ്മരണയ്ക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ PK കാളൻ പുരസ്കാരം 2024 ലഭിച്ചത് K കുമാരനാണ്. K കുമാരൻ. PK കാളൻ പുരസ്കാരം 2024 അർഹനായത് K കുമാരൻ. ലോക ഉപഭോക്തൃ അവകാശ ദിനം 2024 തീം. ലോക ഉപഭോക്തൃ അവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 15. ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ്. മാർച്ച് 15. തീം വരുന്നത്
Fair and responsible AI for consumers. Fair and responsible AI for consumers. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. 2024 ഫെബ്രുവരി പ്രകാരം യുറാനസിന്റെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 28. 2024 ഫെബ്രുവരി പ്രകാരം യുറാനസിന്റെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 28. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യത്തെ ജില്ലയാണ് വയനാട്. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല വയനാട്. 2024 മാർച്ചിൽ പുറത്തിറങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നത്. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നത് ആരുടെ ആത്മകഥയാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധ വാഹക ശേഷിയുള്ള അഗ്നി 5 ബഹുലക്ഷ്യ മിസൈലിന്റെ പരീക്ഷണത്തിന് നൽകിയ പേര് മിഷൻ ദിവ്യാസ്ത്ര എന്നതാണ്. അഗ്നി 5 മിസൈലിന്റെ പരീക്ഷണത്തിന് നൽകിയ പേരാണ് മിഷൻ ദിവ്യാസ്ത്ര. ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഹൃദ്യം. ജന്മന ഹൃദയ വൈകല്യമുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഹൃദ്യം. എയറോപോണിക് ഫാമിംഗ് കൃഷി രീതിയിലൂടെ ഉൽപ്പാദിപ്പിച്ച സിങ്ക്, ഇരുമ്പ് എന്നിവയാൽ സമ്പുഷ്ടമായ മിനി ഉരുളക്കിഴങ്ങാണ് കുഫ്രി ഉദയ്. കുഫ്രി ഉദയ്. എയറോപോണിക് ഫാമിംഗ് കൃഷി രീതിയിലൂടെ ഉൽപ്പാദിപ്പിച്ച സിങ്ക്, ഇരുമ്പ് എന്നിവയാൽ സമ്പുഷ്ടമായ മിനി ഉരുളക്കിഴങ്ങാണ് കുഫ്രി ഉദയ്. സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലം ഏതാണ്? ഫറോക്ക് പാലമാണ്. കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക് പാലം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് സെഞ്ചുറി നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? സഞ്ജു സാംസൺ ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് സെഞ്ചുറി നേടിയ ആദ്യത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായിട്ട് വിൽപ്പന തുടങ്ങിയത്? തൃശൂർ ജില്ലയിലാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായിട്ട് വിൽപ്പന തുടങ്ങിയത്? തൃശൂർ. തമിഴ്നാടിന്റെ 18ാമത് എത്രാമത്തേതാണ്? 18ാമത് വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം തമിഴ്നാടിന്റെ 18ാമത് വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. 2024 ഫെബ്രുവരിയിൽ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹരായ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ് എന്നിവരാണ്. 2024 ഫെബ്രുവരിയിൽ ഭാരതരത്ന പുരസ്കാരത്തിന് അർഹരായ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരാണ് PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത ദാസ്. ലോകസഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. ലോകസഭാ സ്പീക്കർ ഓം ബിർള. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ആണ്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡ്. അവസാനത്തെ ചോദ്യം, സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് U ഷറഫ് അലിയാണ്. U ഷറഫ് അലി. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.